എഴുതിയിട്ടുണ്ടെന്നൊക്കെയാണ് ഇവരിരുന്ന് ചാനലുകളിലൊക്കെ ഇരുന്ന് പറയുന്നത്. ഹിച്ച്കോക്ക് എഴുതുമല്ലോ, ഹിച്ച്കോക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബ്രിട്ടീഷ് പുസ്തകങ്ങളിൽ വാര്യംകുന്നനെ കുറിച്ച് എഴുതിയിരുന്ന തന്നെ പുള്ളി കള്ളനായിരുന്നു, കുറ്റവാളിയായിരുന്നു. അത് അങ്ങനെ എഴുതിയതുകൊണ്ട് അദ്ദേഹം കള്ളനും കുറ്റവാളിയാണെന്നാണ് ഇവർ പറയുന്നത്. ഇതിന്റെ ഒരു കോമഡി, നിങ്ങൾ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരെ ആരെയും അടിസ്ഥാനമാക്കരുതെന്നൊന്നും ചരിത്രം പഠിക്കുന്നവർ വാദിക്കില്ല. പല കാര്യങ്ങളും ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടെ രേഖ, കാരണം നമുക്ക് ചരിത്ര പഠനത്തിന്റെ ആധുനികമായ സ്കെയിൽസ് ഒക്കെ നമ്മൾ പരിചയപ്പെടുന്നതിന് മുൻപ് പരിചയപ്പെട്ടവരാണ് അതിൽ പലരും. പക്ഷെ ഇത് ചരിത്രകാരനൊന്നും അല്ലെന്നേ, പട്ടാള ഉദ്യോഗസ്ഥനാണ്. ഈ മറ്റേ വാര്യംകുന്നന്റെ അവസാനത്തെ വിചാരണയുടെ സമയത്ത് ഹിച്ച്കോക്ക് അവിടെയുണ്ട്. ഹിച്ച്കോക്ക് അന്ന് ശിക്ഷ വിധിക്കുന്നതിൽപ്പെട്ട ഒരാളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ മുൻപ് 6 തവണ മാപ്പ് എഴുതി കൊടുത്ത ഒരാളുടെ പറ്റി പറഞ്ഞു. അതിനൊരു എതിർ ലോകമുണ്ട് ഇപ്പുറത്ത്. ഈ വാര്യംകുന്നനെ പിടിക്കപ്പെടുന്നത് എവിടെ വെച്ചായിരുന്നു? ഏത് യുദ്ധത്തിലായിരുന്നു? വാര്യംകുന്നനെ യുദ്ധത്തിൽ വെച്ചിട്ടല്ല പിടിക്കപ്പെടുന്നത്. അവസാനം അദ്ദേഹത്തെ ഒരു ചതിയിൽ പെടുത്തി പാണ്ടിക്കാട് എടുത്തു വെച്ച് പിടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ പിടിച്ചതിന് ശേഷം അദ്ദേഹത്തെ മലപ്പുറത്തേക്ക് കൊണ്ടുവന്നു. കോട്ടക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 12 കിലോമീറ്ററോളം ദൂരം അദ്ദേഹത്തെ കെട്ടിവലിക്കുകയാണ് ചെയ്യുന്നത്. കുതിരവണ്ടിയിൽ കെട്ടിവലിച്ച് ബാക്കിൽ നിന്ന് ചാട്ടവാറ് കൊണ്ട് അടിക്കുകയും മുഖത്തുണ്ടായിരുന്ന താടിയും മീശയും ഒക്കെ ബ്രിട്ടീഷുകാർ വലിച്ച് പറക്കുകയൊക്കെ ചെയ്തു. മുഖത്തേക്ക് അടിച്ച് പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോയിരുന്നു. ഇതിനെ പറ്റിയിട്ടൊക്കെ ഖിലാഫത്ത് സ്മരണകൾ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ 12 കിലോമീറ്റർ ദൂരം ഭൂമിയിലൂടെ ഓടിച്ച് കയറ്റി കോട്ടക്കുന്നത്ത് കയറ്റി നിർത്തി അദ്ദേഹത്തോട് ചോദിക്കുന്ന അവസാനത്തെ ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും, തെറ്റെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്തു, യുദ്ധം നടത്തി, എല്ലാ തെറ്റുകൾക്കും ബ്രിട്ടീഷ് സാമ്രാജ്യം മാപ്പ് തരാൻ തയ്യാറാണ്. പകരം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ പോകണം, നിങ്ങൾക്ക് നിങ്ങളുടെ പുണ്യദേശമായ മക്കയിൽ പോയി മരണം വരെ ജീവിക്കാനുള്ള സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. ഇതാണ് വാഗ്ദാനം. നിങ്ങളുടെ പുണ്യദേശമായ മക്കയിൽ പോയി മരണം വരെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരാം. ഒറ്റ കാര്യം ചെയ്താൽ മതി, ചെയ്ത കാര്യങ്ങൾക്ക് മുഴുവൻ മാപ്പ് പറയണം. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. വാര്യംകുന്നം പറയുന്നൊരു മറുപടി ഉണ്ട്. ഏതൊരു ഈമാനുള്ള മുസ്ലിമിനോടും നൽകാവുന്ന ഏറ്റവും വലിയ പ്രലോഭനമാണ് നിങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ പുണ്യദേശമായ മക്കയിൽ പോയി മരണം വരെ ജീവിക്കാനുള്ള സൗകര്യം. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഞാൻ ജനിച്ചത് മക്കയിലോ മദീനയിലോ അല്ല, ഈ ഏറനാട്ടിലാണ്. മക്കയും ആവശ്യമില്ല, മദീനയും ആവശ്യമില്ല. അതാണ് വാര്യംകുന്നൻ്റെ പ്രസ്താവന. അപ്പോൾ വാര്യംകുന്നനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. വെടിവെച്ച് കൊല്ലലാണ് അന്നത്തെ ശിക്ഷ. അവസാനത്തെ ആഗ്രഹം എന്താണ് എന്ന് വാര്യംകുന്നനോട് ചോദിക്കുന്നു. വാര്യംകുന്നൻ്റെ മറുപടി രേഖകളിലുണ്ട്. വാര്യംകുന്നം പറയുന്നത്, നിങ്ങൾ ആളുകളെ കൊല്ലുന്നത്, വെടിവെച്ച് കൊല്ലുന്നത് കണ്ണ് കെട്ടി പിന്നിലേക്ക് തിരിച്ചു നിർത്തി പിന്നിൽ നിന്ന് വെടിവെച്ചിട്ടാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ അങ്ങനെ കൊല്ലരുത്. എൻ്റെ കണ്ണ് നിങ്ങൾ കറുത്ത തുണി കൊണ്ട് കെട്ടരുത്. നിങ്ങൾ എന്നെ മുന്നിൽ നിന്ന് എൻ്റെ കണ്ണ് തുറന്ന് ഈ മണ്ണ് കാണാൻ എന്നെ അനുവദിച്ചുകൊണ്ട് നിങ്ങൾ കൊല്ലണം. ഇതാണ് അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഈ മനുഷ്യൻ്റെ പേര് മായ്ച്ചിട്ടാണ് ചിലരെ വെക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതാണ് ചരിത്രത്തിൻ്റെ ഒരു, നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു എന്താ പറയുക, ക്രൂരമായ വിപര്യം എന്നൊക്കെ പറയും.